2018 നാടിനെ ഞെട്ടിച്ച ദുരഭിമാന കൊലയായിരുന്നു കെവിന്റേത്. നീനു എന്ന് പറയുന്ന പെൺകുട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അവളെ സ്വന്തമാക്കണമെന്നുള്ള ലക്ഷ്യമായിരുന്നു കെവിന്. നീനുവിനെ സ്നേഹിച്ചു എന്നുള്ള ഒരൊറ്റ കുറ്റത്തിന്റെ പേരിൽ നീനുവിന്റെ വീട്ടുകാർ കെവിന് നൽകിയ ശിക്ഷ മരണമായിരുന്നു. ദാരുണമായായിരുന്നു കെവിൻ അന്ന് കൊലപ്പെട്ടത്. നീനുവിന്റെ സഹോദരനും അച്ഛനും ചേർന്നായിരുന്നു ഈ കൊലപാതകം നടത്തിയത് എന്നായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഇതാ കെവിന്റെ നീനു വിവാഹിതയായി എന്നുള്ള വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതും. കെവിന്റെ വീട്ടുകാരുടെ കൂടെയായിരുന്നു നീനുവിന്റെ താമസം. കെവിന്റെ വീട്ടുകാർ തന്നെയായിരുന്നു നീനുവിനെ പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്. കെവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തന്നെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയെന്നുള്ള പേരിൽ അവളുടെ പഠനത്തെ അതൊരിക്കലും ബാധിക്കരുത് എന്ന് കെവിനുണ്ടായിരുന്നു. ഈ ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയായിരുന്നു കെവിന്റെ വീട്ടുകാർ നീനുവിനെ പഠിപ്പിച്ചതും. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കെവിന്റെ നീനു വിവാഹിതയായി എന്നും കഴിഞ്ഞ ഡിസംബർ മാസത്തിലായിരുന്നു നീനുവിന്റെ വിവാഹമെന്നും വയനാട് സ്വദേശിയുമായിട്ടുള്ള വിവാഹമാണ് നീനുവിന്റേത് നടന്നത് എന്നുമൊക്കെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത്. പ്രധാനമായിട്ടും കെവിന്റെ അച്ഛനാണ് ഈ വിവാഹത്തിന് സപ്പോർട്ട് നിന്നതെന്നും എന്നാൽ താൻ മുൻകൈ എടുത്തല്ല വിവാഹം നടത്തിയത് എന്നാണ് ഇപ്പോൾ കെവിന്റെ അച്ഛൻ പറയുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത്. മനോരമ ഓൺലൈനിൽ വന്ന ഒരു വാർത്തയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയാണ്. നീനു വിവാഹിതയായി, എന്നാൽ അവളെ തേടി നമ്മൾ പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു മനോരമ ഓൺലൈനിലൂടെ പ്രത്യക്ഷപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് കെവിന്റെ വീട്ടുകാരുമായി നീനുവിന് ഇപ്പോൾ ഒരു ബന്ധവുമില്ല എന്നും അവർ മുൻകൈ എടുത്തുകൊണ്ടല്ല നീനുവിന്റെ വിവാഹം നടന്നത് എന്നും ഫെബ്രുവരിയിലായിരുന്നു നീനുവിന്റെ വിവാഹം എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത്. നിരവധി പേരാണ് നീനുവിന് വീണ്ടും ആശംസകൾ അറിയിച്ചും എത്തിയത്. നീനു ഇപ്പോൾ മറ്റൊരു സ്ഥലത്താണ് താമസമെന്നും അവിടെയാണ് പഠിച്ചതും അവിടെയാണ് ജോലി ചെയ്യുന്നതെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് എന്നുമൊക്കെയാണ് ഇപ്പോൾ ആരാധകരും പറയുന്നത്.